ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ഡേ ആണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ലേറ്റ് ആയിരുന്നല്ല. അപ്പം ഞാൻ ശ്രുതിയുടെ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ച് തിന്നുന്ന സാധനങ്ങൾ ഗായ്സ്. അവൾ രാവിലെ ബേക്കറി പോയി കുറേ സാധനം വാങ്ങിച്ചോളൂ. നമ്മളെ ബാഗിൽ പോരായിട്ട് അവൾ എൻ്റെ ബാഗിൽ എടുത്ത് വെച്ച് തന്ന്. ഇവിടെ ഇൻറ്റേൺഷിപ്പ് എന്നും പറഞ്ഞ് തിന്നാനാണ് ഗായ്സ് ക്ലാസ്സിൽ വരുന്നത്. അങ്ങനെ നമ്മൾ നല്ല ലേറ്റായി നമ്മൾ ഓടിപ്പോയി. ഇതാണ് ഗായ്സ് നമ്മൾ പഠിക്കുന്ന ബിൽഡിങ്. അങ്ങനെ സ്റ്റെപ്പെല്ലാം വലിഞ്ഞ് കയറി നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോയി. സാർ അപ്പുറത്തെ പിള്ളേർക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രുതിനായിട്ട് അറ്റാത്താക്കിയ സന്തോഷത്തിലാണ് വേറൊരു ശ്രുതി. അപ്പോൾ അനശ്വര മുട്ടായൊക്കെ കൊണ്ടുവന്ന് ഗായ്സ്. പിന്നെ ക്ലാസ്സിൻ്റെ ഇടയിൽ നമ്മൾ കുറേ കോപ്രായൊക്കെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ കുറേ നേരത്തെ ക്ലാസ്സിന് വെച്ചാൽ സാർ നമുക്ക് ബ്രേക്ക് വന്നപ്പോഴത്തേക്ക് അനശ്വര അപ്പുറത്തെ അവിടെ നിന്ന് മാമനെ ഷൂന്നാക്കി. മാമ അത് കണ്ടിട്ട് മാമൻ ഇഷ്ടപ്പെടാൻ തോന്നുന്നു. മാമൻ തിരിഞ്ഞ് പൊക്കളഞ്ഞ്. അങ്ങനെ ചെയ്തപ്പോഴാണ് ഗായ്സ് ശ്രുതി ബാഗ് പൊക്കുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ അവളുടെ അടുത്തേക്ക് ഓടി. ഓടി ചെന്നത് അവളെ അത് പൊട്ടിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ തന്നു. നല്ല കൊച്ചാണ് ഗായ്സ്. പിന്നെ പിച്ചക്കാലിയെ പോലെ ഞാനും കൈയിട്ട് രണ്ടാട്ടാട്ടിയപ്പോൾ അവൾ എനിക്കും തന്നു ഗായ്സ്. അത് കഴിച്ചുകൊണ്ട് ശ്രുതി അടുത്ത കേക്കും പൊട്ടിച്ച് ഗായ്സ്. ഇതിനു മുമ്പ് വേറൊരു കേക്കും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ കിടന്ന് സൊള്ളിക്കൊണ്ടു. പിന്നെ നമുക്ക് ആരും സൊള്ളായില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ എന്തൊക്കെയോ കിടന്ന് കാട്ടിക്കൂട്ടി. സൊള്ളി തിന്നപ്പോഴത്തേക്ക് അനശ്വര ഇടിച്ചു തള വന്നു. പിന്നെ അവളെ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്ത് പിന്നെ ഈ ഗുണ്ട വന്നിട്ട് എന്നെ 2 വിരട്ടൊക്കെ വരട്ട്. പിന്നെ ആ ഉണ്ടനെ വിളിച്ചോണ്ട് നമ്മൾ നേരെ പോയത് അപ്പുറത്തെ കടയിലാണ് ഗൈസ് ഐസ്ക്രീം കഴിക്കാനായിട്ട്. നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ ഇന്ന് ലിബിൻ്റെ ട്രീറ്റ് ആയിരുന്നു ഗൈസ്. അവൻ നമുക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചത് പൈസ അവൻ തന്നെ കൊടുത്ത് കഴിച്ച് തന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും മഴയായിരുന്നു. പിന്നെ നമ്മൾ ആ സൈഡിലോട്ട് മാറുന്നത് 10 നുണയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ക്ലാസ് തുടങ്ങി. നമ്മൾ വീണ്ടും ഷിപ്പൊക്കെ ഉണ്ടാക്കി അവിടെ കിടന്ന് കളിക്കായിരുന്നു ഗൈസ്. പിന്നെ അനശ്വര ഫ്രണ്ട് എന്ന പെണ്ണിൻ്റെ മുടിയിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് അഴുക്ക പെണ്ണ്. അങ്ങനെ ഇന്റേൺഷിപ്പിൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഞാനും എൻ്റെ ബേബിയും കൂടെ കൈ വാട്ടിയായിട്ട് നേരെ ബസ് സ്റ്റോപ്പിലാണ് പോയത് ഗൈസ്. പിന്നെ ബസ് വരാൻ കുറേ നേരം പട്ടി പോസ്റ്റ് അടിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രക്കുള്ളൂ ഗൈസ്. ബൈ ബൈ.